ഇതാ ഞങ്ങൾ ബോംബിട്ടെ, ഫൈൽവാൻ ജയിച്ചേ, ഫൈൽവാൻ ജയിച്ചേ, ഫൈൽവാൻ ജയിച്ചേ, ഇത് തന്നെ ഇപ്പോഴും ഫൈൽവാൻ ജയിച്ചേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഫൈൽവാൻ തൂറ്റല് പിടിച്ചിട്ട് അപ്പിയിട്ട് വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉമ്മാരൊക്കെ കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രയേലിനൊപ്പം ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരം നൽകിയെന്ന് ആയത്തുള്ള അലി ഖമനേയി. ഇറാന്റെ തിരിച്ചടിയിൽ സയനിസ്റ്റ് ഭരണകൂടം തകർന്നു തരിപ്പണമായെന്നും ഖമനേയി പറഞ്ഞു. ഇതിനിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ഇറാൻ സുപ്രീം കൗൺസിൽ അംഗീകരിച്ചു. അപ്പൊ അതാണ് കാര്യം. നമ്മുടെ ആയത്തുള്ള അലി ഖമേനി, അതായത് ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ പുറത്തോട്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷം പുറത്തോട്ട് വരാണ്ട് ഇറാന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളൊന്നും കൊടുക്കാണ്ട് കാണാണ്ടായി പോയ നമ്മുടെ ഇറാന്റെ സുപ്രീം നേതാവായിട്ടുള്ള ഖമേനി ഇതാ തീർന്നു, മരിച്ചു. അയാൾ ഇതായി, അയാളെ നീ കാണില്ല. ഇസ്രായേൽ മുട്ടിപ്പോയി വെടിവെക്കുന്നു. അമേരിക്ക കണ്ടുപിടിച്ചിട്ടുണ്ട് സ്ഥലം, അമേരിക്ക ഏത് നിമിഷം വേണമെങ്കിലും തീർക്കും എന്നൊക്കെ പറഞ്ഞ ആയത്തുള്ള അലി ഖമേനി ഇതാ വന്നിരിക്കുന്നു. വെറുതെ ഒന്നും അല്ലട്ടോ വന്നത്. നമ്മുടെ ട്രംപിൻ്റെ ഒക്കെ മുഖത്ത് കരി വാരി തേച്ചിട്ട്, അല്ലെങ്കിൽ ട്രംപിനൊക്കെ അടിച്ച് തരിപ്പണമാക്കിയിട്ട് വന്നെന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് ഇത് പറയുമ്പോൾ അത്ര ആവേശം എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അറിയാണ്ട് നമുക്ക് ആവേശം വരും. കാരണം നമ്മുടെ രാജ്യമൊന്നുമല്ല ഇറാൻ, അല്ലെങ്കിൽ നമ്മൾ ഇറാന് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഏറ്റവും വലിയ തീവ്ര തെമ്മാടി രാജ്യം, നമ്മുടെ പിണറായിച്ചൻ പറഞ്ഞ പോലെ തെമ്മാടി രാജ്യമായിട്ടുള്ള ഇസ്രായേൽ, ആ തെമ്മാടി രാജ്യത്തിന് വേണ്ടി ഏത് തരം താഴ്ന്ന രീതിയിലും താഴോട്ട് പോകാൻ പറ്റുന്ന ലോക 1-ാം നമ്പർ രാജ്യമായിട്ടുള്ള അമേരിക്ക, അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ ട്രംപ് അണ്ണൻ. ഈ ട്രംപ് അണ്ണനും നമ്മുടെ ചെകുത്താൻ രാജ്യത്തിൻ്റെ ചെകുത്താൻ ഭരണാധികാരിയായിട്ടുള്ള നെതന്യാഹുവും കൂടെ ചേർന്നിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ അങ്ങോട്ട് തീർത്ത് കളയും എന്ന് വിചാരിച്ചു. കഴിഞ്ഞ 2 വർഷമായിട്ട് വെറും 45 ചതുരശ്ര കിലോമീറ്ററിലുള്ള ഗസ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ആൾക്കാരെ കൊന്നൊടുക്കുക എന്നല്ലാണ്ട് അവിടുത്തെ ഈ പറഞ്ഞ ഹമാസ് തീവ്രവാദികൾ അങ്ങനെയുള്ള പറയപ്പെടുന്നത് ഹമാസ് പോരാളികളെ പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ ബങ്കറുകൾ കണ്ടെത്താനോ അതല്ലെങ്കിൽ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനോ പോലും പറ്റാത്ത വെറും ഊള, അങ്ങനെ തന്നെ പറയണം, വെറും ഊള, പേടിത്തൂറിയായിട്ടുള്ള, അല്ലെങ്കിൽ അമേരിക്കേൻ്റെ പേരും കാണിച്ചില്ല, അമേരിക്കേൻ്റെ ബോംബും കാണിച്ചിട്ട് ഞങ്ങൾ എന്തോ മറ്റേ കൊമ്പത്തെ കൊണാണ്ടർമാരാന്നും പറഞ്ഞ് നടക്കുന്ന വെറും ഊളയായിട്ടുള്ള നെതന്യാഹു, ആളുകളെ കൊന്നൊടുക്കാൻ മാത്രം, അതായത് ആയുധങ്ങളില്ലാത്ത അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളില്ലാത്ത ഒരു രാജ്യമായി അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ടുള്ള ഹമാസ് അല്ലെങ്കിൽ ഗസയിലെ ആൾക്കാരെ കൊന്നൊടുക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു നീച്ചനായിട്ടുള്ള ഒരു ചെകുത്താൻ ഭരണാധികാരി, അതിൻ്റെ കൂടെ കൂട്ടുന്ന ലോക പോലീസുമായിട്ടുള്ള ട്രംപും കൂടെ വിചാരിച്ചതാ ഇതോടുകൂടി ഇറാൻ തീർന്നു, ഇനി ഇറാനില്ല, ഇറാനും കൂടെ അങ്ങോട്ട് തീർന്ന് അവിടെയും കൂടെ ഒരു പാവ ഭരണത്തിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോകം നമ്മുടെ അണ്ടറിലാണ്. അതായത് പശ്ചിമേഷ്യ, മിഡിൽ ഈസ്റ്റ്, പിന്നെ മറ്റ് യൂറോപ്യൻ കൺട്രീസ്, മറ്റ് ആഫ്രിക്കൻ കൺട്രീസ്, പിന്നെ നമ്മുടെ ഇന്ത്യ, നമ്മുടെ മോദി അണ്ണൻ ഇങ്ങനെയുള്ള ട്രംപിൻ്റെ മുമ്പിൽ താഴ്ന്ന് വീണ് അപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യ പോലുള്ള എല്ലാ രാജ്യങ്ങളും ഇവരുടെ അണ്ടറിലോട്ട്, ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അണ്ടറിലോട്ട് അങ്ങ് പതിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ബോംബിട്ടതാണ്. ബോംബ് തിരിച്ചും മറച്ചും അങ്ങ് ഖത്തറിൽ അമേരിക്കയുടെ US ബേസിലോട്ട് വരെ മിസൈൽ വിട്ട് പേടി തൂറി ഈ ഒരു അതായത് സീസ് ഫയറിലോട്ട് നിങ്ങൾ വരണം എന്ന് ഖമേനിയുടെ കാല് പിടിച്ച് വന്ന ഒരവസ്ഥ, അതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. നമ്മുടെ നാട്ടിലെ സംഘ പരിവാണങ്ങളും സംഘ എച്ചിൽ മുസ്ലിങ്ങളും പിന്നെ നമ്മുടെ നാട്ടിലെ സംഘ മുസംഘ മറ്റ് പരമാനന്തര സംഘങ്ങൾ മൊത്തം ആർത്തുല്ലസിച്ച് യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ അങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്മാരുടെ ചാനലുകളിൽ വന്നിട്ടും അവന്മാരുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വന്നിട്ടും ഇതാ ഞങ്ങൾ ബോംബിട്ടെ, ഫൈൽവാൻ ജയിച്ചേ, ഫൈൽവാൻ ജയിച്ചേ, ഫൈൽവാൻ ജയിച്ചേ, ഇത് തന്നെ ഇപ്പോഴും ഫൈൽവാൻ ജയിച്ചേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഫൈൽവാൻ തൂറ്റല് പിടിച്ചിട്ട് അപ്പിയിട്ട് വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ അവന്മാരൊക്കെ കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ അതായത് ഇസ്രായേലിൻ്റെ ജയം, അമേരിക്കയുടെ ജയം എന്നും പറഞ്ഞ് ഇപ്പുറത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ് വീഡിയോ ചെയ്യുന്ന കുറേ നമ്മൾ പറഞ്ഞ സംഘപരിവാണങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ കണ്ണാക്കിലിട്ടുള്ള മറുപടി കൊടുത്തിട്ട് നമ്മുടെ ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പുള്ളി അതിൽ പറയുന്നുണ്ട്, ഒന്ന് കേൾക്കാം. സംഘർഷം അവസാനിച്ച ശേഷം ഇതാദ്യമായാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ പ്രതികരണം. ഇസ്രയേലിനൊപ്പം ഇറാനെ ആക്രമിച്ച അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരം നൽകിയെന്നാണ് പ്രതികരണം. ഖത്തറിലെ സേനാതാവളം ആക്രമിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഖമനേയി രംഗത്തെത്തിയത്. ഇറാന്റെ തിരിച്ചടിയിൽ
സയനിസ്റ്റ് ഭരണകൂടം തകർന്നു തരിപ്പണമായെന്നും ഇറാൻ പരമോന്നത നേതാവ്. ഇറാൻ ഭരണാധികാരികളുമായി അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഖമേനിയുടെ രൂക്ഷമായ പ്രതികരണം. ഇതിനിടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിച്ചു. ഇറാൻ പാർലമെന്റ് തീരുമാനത്തിന് സുപ്രീം കൗൺസിൽ അംഗീകാരം നൽകി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നശിപ്പിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ അമേരിക്കൻ ഏജൻസികൾക്ക് വ്യത്യസ്ത നിലപാടാണ്. ആണവ കേന്ദ്രങ്ങൾക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്ന പെന്റഗൺ റിപ്പോർട്ടിന് പിന്നാലെ പ്രതികരണവുമായി CIA രംഗത്തെത്തി. സാരമായ കേടുപാടുകൾ സംഭവിച്ചെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഇത്രയും കാര്യങ്ങളാണ് പുള്ളി വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവരെ ഉണ്ടാക്കിയും കാണിച്ച് അങ്ങോട്ട് ചെല്ലണ്ട, അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള കരാറ് ഞങ്ങൾ ഇതാ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി യുറേനിയം ഉണ്ടാക്കണോ, അത് എൻറിച്ച്മെന്റ് ചെയ്യണോ, അതുകൊണ്ട് ആണവ ബോംബുകൾ ഉണ്ടാക്കണോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കും. ഇനി ഇതിൽ സൈൻ ചെയ്തു, നമ്മുടെ ഇന്നലെ നിഷ്പക്ഷ പണിക്കര് പറഞ്ഞു, അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ബോംബ് ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഊളത്തരം പറഞ്ഞു വന്ന പല സംഖ്യവാദങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കരാറിൽ ഞങ്ങൾ ആ കരാറ് ഞങ്ങൾ റദ്ദാക്കുന്നു. ഇനി അവരിതിൻ്റെ പിന്നാലെ വരണ്ട. ഇനി ഇവരുണ്ടാക്കണോ ഉണ്ടാക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചോളും. കാരണം ഇസ്രായേൽ അങ്ങനെയുള്ളൂ. ഇസ്രായേൽ ലോകത്തിൽ ഈ വക UN റെസൊല്യൂഷൻസും മറ്റു പലതരത്തിലുള്ള പല കാര്യങ്ങളിലും സൈൻ ചെയ്യാണ്ട് അവർക്ക് തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു രാജ്യം. എന്നിട്ടും നമ്മുടെ മോദിച്ചൊക്കെ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന ആ ഒരു രാജ്യം. അപ്പോൾ അവർക്കാവെങ്കിൽ പിന്നെ ഇറാനും ആവാമല്ലോ. അതുകൊണ്ട് തന്നെ അറ്റോമിക് എനർജി ആ ഒരു ഏജൻസി ആയിട്ടുള്ള സകലമാന പരിപാടികളും ടൈപ്പ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി ആണവായുധ ചർച്ച വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ. അമേരിക്ക ആയിട്ടുള്ള ഇറാൻ പരമോന്നത നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. ആ ചർച്ചയിൽ ഇവരുടെ നില വളരെ വ്യക്തമാക്കി തന്നെ പറയും. പിന്നെ നിങ്ങളങ്ങ് ഇട്ട് പൊട്ടിച്ച് എന്ന് പറഞ്ഞ നമ്മുടെ മറ്റേ ട്രംപണ്ണൻ പാറ പൊട്ടിച്ച സ്ഥലത്തൊക്കെ പോയിട്ട് നിങ്ങൾ അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒട്ടി കൊശുന്ന പോലെ ഒരു തേങ്ങ അവിടെ ഉണ്ടായിട്ടില്ല. വിത്തിൻ സെക്കൻഡ് അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സിൽ ഞങ്ങൾ അത് വീണ്ടും പുനരാരംഭിക്കും. ആണവായുധം ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളത് ഇറാൻ തീരുമാനിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുഖത്തടിച്ച പോലെ തന്നെ മറുപടി തന്നെയാണ് ഇന്ന് നമ്മുടെ ഇറാൻ സുപ്രീം ലീഡർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനേക്കാൾ വലിയൊരു തോൽവി ഈ പറഞ്ഞ ഇറാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേലിനോ ഈ പറഞ്ഞ അമേരിക്കയോ ഈ കാലം വരെ നമ്മൾ ഇത്രയും കാലം കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഉണ്ടായെടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് ഇല്ലാത്ത അത്ര വലിയൊരു തോൽവിയിലോട്ട് അല്ലെങ്കിൽ അത്ര വലിയൊരു പ്രഹരത്തിലോട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളും എത്തിയത്. ആ രാജ്യങ്ങൾക്കത് മനസ്സിലായി. ഇപ്പോഴത് മനസ്സിലാകാതെ നമ്മുടെ നാട്ടിലെ കുറച്ച് വാണങ്ങൾക്ക് മാത്രമാണ്. സത്യമല്ലേ?